أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. صدق الله مولانا العظيم وصدق وبلغ رسول النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ليس الغريب غريب الشام واليمن إن الغريب غريب اللحد والكفن. سفري بعيد وزادي لا يبلغني وقوتي ضعفت والموت يطلبني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യ ഉസ്താദ് അവറുകൾ മറ്റു സ്നേഹം നിറഞ്ഞ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ അവനേറെ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, ആ റബ്ബിന്റെ തിരുനോട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന അതിസുന്ദരമായ ഒരു മജ്‌ലിസിലാണ് നാമൊക്കെ സംഗമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ ഭക്തിനിർഭരമായ ഒരു സദസ്സ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹുകൾ കൊണ്ട് പ്രാരംഭം കുറിച്ച വളരെ സുന്ദരമായ ഒരു മജ്‌ലിസ്. അൽഹംദുലില്ലാഹ്. വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമ എന്ന നിലക്ക് യജമാനിൽ നിന്ന് അവന്റെ തൃപ്തി കരസ്ഥമാക്കുക, അവന്റെ പൊരുത്തം നേടുക, അവനിൽ നിന്ന് സന്തോഷം കൈപ്പറ്റുക എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അങ്ങനെയാണല്ലോ.
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മനസ്സിൽ അവർക്ക് നമ്മോട് വല്ലാത്ത ഇഷ്ടം വേണം. മറ്റുള്ളവരെക്കാൾ പ്രിയം എന്നോട് വേണം. എന്റെ ഉസ്താദിന് മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ താല്പര്യവും എന്നോട് വേണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ എടുക്കണം. കൂടുതൽ പഠിക്കണം. ഉസ്താദിനോട് കൂടുതൽ അദബുള്ള ആളായിത്തീരണം, അനുസരണയുള്ള ആളായിത്തീരണം. അങ്ങനെയൊക്കെയാണ് ഉസ്താദുമാരുടെ ഇഷ്ടം കരസ്ഥമാക്കുക. അങ്ങനെയുള്ള കുട്ടികളോടാണ് ഉസ്താദുമാർക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക. എന്നതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഏറ്റവും താല്പര്യം അവർ പറഞ്ഞതനുസരിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന, അവരോടൊരിക്കലും ധിക്കരിച്ച് വർത്തമാനം പറയാത്ത നല്ല സ്നേഹമുള്ള മക്കളെയാണ്. അങ്ങനെയുള്ള മക്കളാണ് ആ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങാൻ അർഹതപ്പെട്ടവർ. അത്തരക്കാർക്ക് അവരുടെ പൊരുത്തം ലഭിക്കുകയുമുള്ളൂ. അല്ലാഹു കൊണ്ട് നമുക്ക് പൊരുത്തമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അവന്റെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പൊരുത്തം നേടുക, ആ റബ്ബിന്റെ മഹബ്ബത്ത് നേടുക എന്നുള്ളത് വളരെ വിലമതിക്കാനാവാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. അതങ്ങ് ലഭിച്ചു കഴിഞ്ഞാൽ, ആ പടച്ച റബ്ബ് നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ കണ്ണ് അള്ളയാകും, കാത് അള്ളയാകും. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും സംസാരിക്കുന്നതും ചരിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലൂടെയാകും. അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരൂല. അള്ളാഹു ഇഷ്ടപ്പെടാത്തതും നമ്മുടെ കണ്ണുകൊണ്ട് കാണൂല. ഹറാമായ സംഗതികളൊന്നും കേൾക്കാൻ അള്ളാഹു നമ്മുടെ കാതുകൾക്ക് അനുമതി കൊടുക്കൂല. പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തൊരു പ്രവർത്തനങ്ങളേക്കും നമ്മുടെ കൈക്കാലുകൾ ചലിക്കുന്നത് അള്ളാഹു താൻ അനുവദിക്കൂല. അതിനുള്ള സാഹചര്യങ്ങളൊന്നും അള്ളാഹു ഉണ്ടാക്കി തരൂല. അതാണ് മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടാലുള്ള ഏറ്റവും വലിയ ഗുണം. ആ റബ്ബിന്റെ പൊരുത്തം വാങ്ങാൻ, അവന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യമാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ള ഈ മജ്‌ലിസ്. അള്ളാഹനെ പറയുന്ന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്ന, അള്ളാഹുവിനെ അവന്റെ ഹബീബിനെ സ്മരിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, സ്വലാത്തുകൾ പറയുന്ന വളരെ സുന്ദരമായ മജ്‌ലിസ്. എന്തുകൊണ്ടും പടച്ച റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിക്കാവുന്നതാണ്. മുഅ്മിനീങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു ഇത്തരത്തിലുള്ള ദിക്റിന്റെ മജ്‌ലിസുകൾക്ക് ഒരു റിസർവേഷൻ, ഒരു അന്വേഷണം എന്നോണം നിലയ്ക്ക് ഒരു പ്രത്യേകമായ മലായികത്തിനെ തയ്യാർ ചെയ്തിട്ടുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെയും, പ്രദോഷം മുതൽ പ്രഭാതം വരെയും അള്ളാഹു പ്രത്യേകമായ മലായികത്തുകളെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും അള്ളാഹു തആല നിരീക്ഷകരായിട്ട് പ്രത്യേകമായ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നു. എവിടെയെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന മജ്‌ലിസുകളുണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്ന മുഅ്മിനീങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ട്, അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ എവിടെയുണ്ട്, ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യപ്രകാരം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ മലായികത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ വട്ടക്കളരിയിലുള്ള ഈ സുന്ദരമായ മജ്‌ലിസ്, ഈ സുൽത്താനിയ മജ്‌ലിസിൽ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ സയ്യാഹീൻ എന്നൊരു പ്രത്യേക വിഭാഗം മലായികത്ത് കടന്നു വരുമ്പോ ഇവിടെയുള്ള മജ്‌ലിസ് എല്ലാം വെച്ചിട്ട് റബ്ബിന്റെ അടുക്കിലേക്ക് യാത്രയാകുമ്പോ അവിടുന്ന് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ മലായികത്തെ, അല്ലയോ മലായികത്തെ, നിങ്ങൾ അന്വേഷകരായിട്ട് പോയ സമയത്ത് എന്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? എന്താണ് നിങ്ങൾ പോയ സമയത്ത് എന്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നൊന്ന് നിയന്ത്രിക്കുക. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മജ്‌ലിസിനെ അഭംഗി വരുത്തുന്ന ഒരു ശബ്ദ കോലാഹലങ്ങളോട് ഉണ്ടാകാൻ പാടില്ല. വളരെ പവിത്രമായൊരു സദസ്സാണ്. നമ്മൾ കാരണം, നമ്മുടെ മക്കള് കാരണം അതിനൊരു അഭംഗി വരാൻ പാടില്ല. എല്ലാവരും സ്വയം നിയന്ത്രിതരായി മജ്‌ലിസിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അങ്ങനെ ഈ മലായിക്കത്തുകൾ റബ്ബിനോട് വിവരങ്ങളെല്ലാം പറയും, പടച്ചോനെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി. അവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. എന്നെ വാഴ്ത്തി പറയുന്നുണ്ട്, എന്റെ ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട്, ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആളുകളാണ് ഒത്തുകൂടിയിട്ടുള്ളത്. നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുമ്പോ അല്ലാഹു തആല ആ മലക്കുകളെ സാക്ഷിയാക്കി പറയുന്നു, യാ മലായിക ഇന്നി ഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലക്കും. നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ അവർക്ക് പുറത്തുകൂടിയിരിക്കുന്നു. ആരാ പറയുന്നത്? ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്, നമുക്ക് പുറത്തു തരാണ്. ആര് സാക്ഷി? അല്ലാഹുവിന്റെ മലായികത്ത് ഞങ്ങളെ സാക്ഷി, അവർക്ക് ഞാൻ ഗഫറത്ത് കൊടുത്തിരിക്കുന്നു. റബ്ബ് തആല പറയുമ്പോ മക്കൾ പറയുന്നു, പടച്ചോൻ അവിടെ ഒരു ചങ്ങായി ഉണ്ടേന്, അവിടെ ഞാൻ ആ മജ്‌ലിസിലേക്കൊന്നും വരാതെ അങ്ങാടിയിലും ആ ബെഞ്ചുമലൊക്കെ ഇരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞ് ആളുകളൊക്കെ ഇങ്ങനെ പോണെങ്കിൽ നോക്കിയിരിക്കും. ഓൻ ആ പരിപാടിക്ക് പോകുന്നില്ല, ഓൻ ആ പരിസരത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്, ഓനക്ക് പുറത്ത് കൊടുക്കരുത്. ഓനിങ്ങനെ ഓരോ തൊട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. പോകുന്ന ആൾക്കാരൊക്കെ സന്തോഷം പറയുന്നുണ്ട്, ആ പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞ് അവരതിലേക്ക് ആകർഷിപ്പിക്കുന്നുമുണ്ട്. അള്ള പറയുന്ന വാക്ക്, അള്ള ഗഫൂറാണല്ലോ, അള്ള ഗഫാറാണല്ലോ, വല്ലാത്ത കൃപയുള്ള മനസ്സിന്റെ ഉടമയാണ് പടച്ചറബ്. അറബ് പറയുന്നു, അദ്ദേഹത്തിനും ഞാൻ പുറത്തുകൂടിയിരിക്കുന്നു. അവരോട് തൊട്ടിരുമ്മി നിൽക്കുന്ന, അവർക്ക് വേണ്ടിയുള്ള ആശീർവാദം ചെയ്തു കൊടുക്കുന്ന, സൗകര്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും നമ്മൾ അത് കാരണം ആ മജ്‌ലിസ് ഭംഗിയാകാൻ, അതിന്റെ ഭംഗി കാത്തു സൂക്ഷിക്കാൻ അവരും ഹേതുവായി എന്നുള്ളത് കൊണ്ട് അവർക്ക് മഗ്ഫിറത്ത് കൊടുത്തിരിക്കുന്നു എന്ന് റബ്ബ് തആല പറയുമ്പോ ഈ സംഗമിച്ച് നമുക്കൊക്കെ മഗ്ഫിറത്ത് ലഭിച്ചിരിക്കണം. അതിനുള്ള പണിയാണ് നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും ചൊല്ലുന്നതൊക്കെ. അതും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഏറ്റിക്കാവിന്റെ നിയത്തോടുകൂടി ഇരിക്കുന്നത്. പടച്ചറബിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലായി എനിക്ക് പറയുന്നില്ല, നമ്മളൊക്കെ വല്ലാത്തൊരു മുഹൂർത്തത്തെ കാത്തിരിക്കുന്ന ആളുകളാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം 11 മാസക്കാലം വളരെ സജ്ജമായ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധമായ ഒരു മാസം കടന്നു വരാനുണ്ട്. അല്ലാഹു സ്വർഗ്ഗലോകത്തെയും 11 മാസക്കാലം അലങ്കരിക്കും. ആ 12ാമത്തെ മാസത്തെ വരവേറ്റുകൊണ്ടാണത്. അത് സുന്ദരമായ സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവ് സയ്യിദു ശുഹൂർ എന്ന് പറയപ്പെടുന്ന റമദാൻ ശരീഫ്. ആ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുന്നു. റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നു. റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നേ. റമദാന്റെ ശ്രേഷ്ഠതനെ അറിഞ്ഞാൽ പിന്നെ നമ്മതാകാൻ കൊതിക്കും പൊന്നേ. മഹാന്മാർ പാടിയതുപോലെ തന്നെ ആ റമദാന്റെ പവിത്രത അറിഞ്ഞ് മനസ്സിലാക്കിയിരുത്താൻ എന്നോ റമദാനായ മദീനു എന്ന് ആശിച്ചു പോകും. അല്ലാഹു റമദാന് കൊണ്ട് വിജയിക്കുന്നവര് സാധുക്കളായ നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കടന്നു വരുന്ന റമദാനിനെ വരവേറ്റുകൊണ്ട് നമ്മുടെ വീടുകളെല്ലാം നല്ല സുന്ദരമായി നനച്ചു കുളിച്ചു. വീടും പരിസരവും ബെഡ്റൂമുകൾ അടക്കം തുടച്ചു വൃത്തിയാക്കി, അടുക്കളയിലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ സുബ്ഹാനല്ലാഹ് എല്ലാ പാത്രങ്ങളും തുടച്ചു വൃത്തിയാക്കി ഭദ്രമായി നല്ല അടുക്കത്തിൽ വെച്ചു. എന്തിനു വേണ്ടി? ഖുർആൻ രാവ് നമ്മൾ വരവേറ്റു. നനച്ചുകുളി എന്നുള്ള സുന്ദരമായ മുഹൂർത്തം അത് ഇസ്ലാം പഠിപ്പിച്ചതില്ലെങ്കിലും ആ വിശുദ്ധമായ റമദാനിനെ വരവേറ്റുകൊണ്ട് നമ്മുടെ ഉമ്മാമ്മമാർ തുടങ്ങി വെച്ചതായ ആ ഒരു ഭക്തി നമ്മൾ മുറ പിടിച്ചുകൊണ്ട് അതങ്ങനെ ഭദ്രമായി കാലാകാലമായി നടന്നുകൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമുള്ള കാര്യമാണ്. റഹ്മത്തിന്റെ മലായികത്തെ കടന്നു വരാനുള്ള വല്ലാത്തൊരു സുന്ദരമായ വഴിയാണത്. വീടും പരിസരവും വൃത്തിയായിരിക്കുക എന്നുള്ളത്. വൃത്തിയുള്ള ആളുകളിലേക്കും പരിസരങ്ങളിലേക്കുമാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തെ കടന്നു വരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ വിഷയം അതല്ല. ആ റമദാനിനെ വരവേറ്റുകൊണ്ട് നമ്മുടെ വീടും പരിസരവും ഒതുങ്ങിയതുപോലെ നല്ല ഭംഗിയായതുപോലെ നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലേക്കൊന്ന് കാതോർക്കണം. എന്റെ മനസ്സ് ഏത് രൂപത്തിലാണ്, എന്റെ ചിന്തകൾ ഏത് ഭാഗത്തേക്കാണ്, എന്റെ നാവ് ഏത് റൂട്ടിലാണ്
തിരിച്ചു കൊണ്ടുപോകുന്നത്. എന്റെ കാതുകൾക്ക്, എന്റെ ശ്രവണ ഗുണങ്ങൾക്ക് ഞാൻ എന്തിനു വേണ്ടിയാണ് സമയം കണ്ടെത്തുന്നത്? ഇങ്ങനെ തുടങ്ങി റബ്ബ് തആല തന്നതായ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാടിഞരമ്പുകളും പരിശോധിച്ചു നോക്ക്. അള്ളാഹ് പൊരുത്തപ്പെട്ട രീതിയിലേക്ക്, പടച്ചറബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ശരീരം സംഭരിച്ചിട്ടുണ്ടോ? ആ വിശുദ്ധമായ റമദാനിനെ വരവേറ്റുകൊണ്ട് നമ്മുടെ ശരീരം സജ്ജമായിട്ടുണ്ടോ? പരിശോധിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. സമയം വല്ലാതെ അതിക്രമിച്ചു പോയിട്ടുണ്ട്. നാളെയാക്കാം, മറ്റന്നാളെയാക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനും സമയമില്ല. ഇതാ കടന്നു വരുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സംജാതമാകാൻ. ആ റമദാൻ അങ്ങ് വന്നിട്ട് നന്നാവെന്ന് കരുതണ്ട. റമദാനിലേക്ക് നമ്മൾ എത്തുമോ എന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഗ്നാ റമദാൻ. എപ്പോഴും നമ്മൾ ദ്വാരിക്കാണ് റജബ് മാസം പിറന്നത് മുതൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും എനിക്ക് ബറക്കത്ത് തരണേ. തുടർന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലം, വസന്തത്തിന്റെ പൂക്കാലം, ഈദ് ശുഹൂർ റമദാൻ ശരീഫ്. ആ റമദാനിലേക്ക് എന്നെ എത്തിക്കണേ, റമദാനിലേക്ക് എനിക്ക് ആയുസ് തരണേ, റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്നുള്ള വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയോടുകൂടെയല്ലേ പ്രിയപ്പെട്ടവരെ 2 മാസക്കാലം നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റമദാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതിലേക്ക് റബ്ബ് ആയുസ് നീട്ടിത്തരുക എന്നുള്ളത് അത്രത്തോളം വിലപ്പെട്ട കാര്യമാണ്. അതാണ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. റമദാനിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ആ റമദാനിൽ അള്ളാഹ് കൊടുക്കുന്ന ഒരുപാട് ഫളീലാത്തുകളുണ്ട്. അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് കിട്ടിയ ചാൻസ് ആണ് എന്ന് മനസ്സിലാക്കി ഉള്ള സമയമൊക്കെ ആ റബ്ബിന്റെ പൊരുത്തം വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റമദാന് കടന്നു വരുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. പള്ളിയിലൊക്കെ ആളുകൾ ഇങ്ങനെ നിറയും. മാഷാ അല്ലാഹ്, മാസം കണ്ടിട്ടുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സുബ്ഹാനല്ലാഹ് എന്ന് പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഇങ്ങനെ അതിന്റെ ധ്വനികൾ ഇങ്ങനെ കേൾക്കുമ്പോ, ആ മാസം കണ്ട അറിയിപ്പുകൾ കേൾക്കുമ്പോ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട്, പടച്ചോൻ ഇന്നിപ്പോ നോമ്പായി, ഇപ്പൊ തിന്നാൻ കിട്ടൂലല്ലോ, അതാ വേജാർ. പകല് 3 നേരമില്ല, 4 അല്ല 5 നേരം 6 നേരം ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. അവർക്ക് സങ്കടം. കാരണം പകലിൽ നിന്ന് ഭക്ഷണം കിട്ടൂല. ഭക്ഷണം കിട്ടാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളും ക്ലോസ് ആയിരിക്കും. റമദാനിനനുബന്ധിച്ച് പല സ്ഥാപനങ്ങളും പൂട്ടിയിടും. എന്തിനു വേണ്ടി? ആ റമദാനിലുള്ള ആദര സൂചകമായി. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാമ്പുറം പള്ളിയുടെ പരിസരത്ത് ഇബ്രാഹിം കാക്ക എന്നൊരു കാക്കയുണ്ട്. പലർക്കും പരിചയം ഉണ്ടാകും. വളരെ ശ്രദ്ധേയമായ ഒരു ഇടമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തട്ടുകട. പല റീൽസുകളിലും സ്റ്റോറികളിലും ഒക്കെ ആ ഒരു പരിസരം അങ്ങനത്തെ ഒരു ആംബിയൻസ് തരുന്നത് കൊണ്ട് തൊട്ട് മുമ്പിൽ ചായ കുടിക്കുമ്പോൾ ട്രെയിനിങ് പോകുന്ന കാഴ്ച, ആ ഭാഗത്തുള്ള പ്രകൃതിയുടെ മനോഹാരിത, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ പലരും റീൽസ് ആയി ചിത്രീകരിക്കാറുണ്ട്. ഇരിക്കട്ടെ, ഇബ്രാഹിം കാക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അദ്ദേഹത്തിനൊക്കെ വെള്ളിയാഴ്ച എന്നുള്ള വല്ലാത്തൊരു പവിത്രത കൊടുക്കുന്ന കാര്യം തന്നെയാണ്. വെള്ളിയാഴ്ച ഹോട്ടൽ തുറക്കൂല. വ്യാഴാഴ്ച നല്ല വൃത്തിയായി കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും വൃത്തിയായി ഭംഗിയായി പെട്ടെന്ന് പൂർത്തീകരിക്കും. ആ വെള്ളിയാഴ്ച രാവിലെ ഭംഗിയായി വരവേൽക്കും. പിറ്റേന്ന് വെള്ളിയാഴ്ച അവധിയാണ്. ശനിയാഴ്ച ഒഴിവുണ്ടേ തുറക്കും. ഞായറാഴ്ച എന്തായാലും തുറക്കും. ഞായറാഴ്ച കുറച്ച് തിരക്കുണ്ടാവുന്ന ദിവസമാണ്. ഏതായാലും ഇരിക്കട്ടെ, വിശുദ്ധമായ ശഅബാനെ കടന്നു വന്നാൽ പിന്നെ സാധനങ്ങൾ സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. ശഅബാൻ 15 ആവുമ്പോഴേക്ക് കഴിഞ്ഞാൽ അവിടെ നിർത്തും. അതിന് ശേഷം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ അത് തീരുന്നവരെ കുറച്ചുകൂടി പോകും. ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് ബറാത്തിന് മുന്നേ തന്നെ ഹോട്ടൽ പൂട്ടി. എന്റെ കാരണം എല്ലാം വെച്ച് തീർത്ത് കാലിയാക്കി. ഇനി അവിടെ എടുക്കട്ടെ. പെരുന്നാളും ആറും എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് സൗകര്യം പോലെ തുറക്കാം. അതാണ് പടച്ച റബ്ബിന് ഇഷ്ടം. ആ മാസത്തോടുള്ള
ആദരവ്, ബഹുമാനം അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിലും കാണിച്ചുകൊണ്ട് ഒരു മാതൃകയാവുകയാണ്. അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നവരെ അദ്ദേഹത്തിന് പ്രയാസം വന്നിട്ടില്ല. മകളെ കെട്ടിക്കാനുണ്ട്, പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലില്ല. സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നുമില്ല. ആ തട്ടുകടയിൽ നിന്ന് വരെ തുച്ഛമായ കാര്യങ്ങളെ ലഭിക്കുള്ളൂ. ഭാര്യ, കുടുംബം 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ആ ചിലവുകൾ മതി. അത് മാത്രമല്ല, റമദാനിൽ എന്തെല്ലാം പിരിവുകളുണ്ടോ ആ പള്ളിയിലുള്ള പിരിവുകളിലൊക്കെ അദ്ദേഹം ഭാഗമാക്കാകും. ഏതാവശ്യം പറഞ്ഞാലും അദ്ദേഹം ആദ്യം കൈവെക്കും. മാത്രമല്ല, വഅദ് വരാൻ വരുന്ന മുത്തഅല്ലിമീങ്ങൾ റമദാനായ നമ്മുടെ പള്ളിയിലൊക്കെ വഅദ് വരാൻ വരും, വൃത്തിക്ക് വരും. അല്ല സഹായിക്കണം. അത് അല്ലാഹു തആലാക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാന്റെ നൂറ് പറയുമ്പോ, ഇൽമു പറയുമ്പോ അതിന് സന്തോഷം നൽകാൻ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് വല്ലാത്തൊരു ഫദലാണ്. അത് കൊടുക്കുന്നവർ അല്ലാഹു കുഴക്കൂല. നമ്മുടെ പള്ളിയിലൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോ അവർക്കൊക്കെ നല്ല സഹായിക്കുക. അത് വലുത് കൊടുക്കണമെന്നല്ല, എത്ര ചെറുത് കൊടുത്താലും. ഇൽമു പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിനിക്ക് ഒരു പൊട്ടിയ പേന കൊണ്ട് സഹായിച്ചാലും അല്ലാഹു കൊടുക്കുന്ന പുണ്യം വളരെ കൂടുതലാണ്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിശുദ്ധമായ റമദാനിൽ രാജന് വരുന്ന ഒരൊറ്റ മുത്തഅല്ലിമിന് അദ്ദേഹം കൈ കൊടുക്കാതിരിക്കൂല. പള്ളിയിലുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പിറ്റത്തെ വരവിന് തിരിച്ചേൽപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ആ റമദാനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു ആദരവ്, ഒരു ബഹുമാനം, ആ ഒരു റെസ്പെക്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ കാണിക്കും. നമ്മളിപ്പോ ഒരു കമ്പനി ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുമ്പോ അതിന് മുതലാളി ഉണ്ടാകും, ഓണർ ഉണ്ടാകും. ഓണറുടെ മുന്നിൽ നമ്മൾ വളരെ പൂച്ചക്കുട്ടിയായിരിക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും. അദ്ദേഹത്തിനെ വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല. ഞാനൊരു സംഭവിച്ചാൽ എന്റെ സാലറിയെ, എന്റെ ഇൻസെന്റീവിനെ ഒക്കെ ബാധിക്കും, ബോണസിനൊക്കെ ബാധിക്കും എന്നതുപോലെ അള്ള ബഹുമാനിച്ച ഒരു കാര്യത്തിനെ ബഹുമാനിക്കാതിരുന്നാൽ, അള്ള ആദരിക്കാതിരുന്നാൽ അള്ളാന്റെ ഭാഗത്തിന്റെ വല്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പടച്ചിറപ്പ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക. അത് അള്ള പറഞ്ഞനുസരിച്ച് ജീവിക്കുക, അള്ള ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക. ഇങ്ങനെ തഖ്വയോട് കൂടി ജീവിക്കുന്ന ആളുകളുടെ അടയാളമാണ് ആ ഒരു കാര്യം, അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിലേക്ക് കടന്നു വരുന്നതായ ആ റമദാൻ ശരീഫ് നമ്മളേവരും എല്ലാവരും ആദരവ് കൊടുക്കേണ്ട മാസമാണ്. സുബ്ഹാനല്ലാഹ്, ആ റമദാനിൽ നമ്മൾ കൊടുക്കുന്ന ഓഫറുകൾ പറഞ്ഞാൽ തീരൂല. അതല്ലേ എന്നും റമദാനാകാൻ കൊതിക്കുമെന്ന് മഹാന്മാർ പാടിത്തന്നത്. പ്രിയപ്പെട്ടവര്, കാരുണ്യത്തിന് വേണ്ടി തന്നെ 10 ദിനങ്ങൾ അവിടെ തയ്യാർ ചെയ്തു. മഗ്ഫിറത്തിന് വേണ്ടി മറ്റു 10 ദിനങ്ങൾ തയ്യാർ ചെയ്തു. നരകമോചനത്തിന് വേണ്ടിയും മറ്റു ദിവസങ്ങൾ മാറ്റിവെച്ചു. ഇങ്ങനെ 3 പാർട്ടുകളായിട്ട്, 3 ഘട്ടങ്ങളായിട്ട് അല്ലാഹു തആല റമദാനിനെ വിഭജിക്കുമ്പോ ആ കാരുണ്യത്തിന്റെ കാരുണ്യം നേടാൻ നമ്മൾ തയ്യാറാകണ്ടേ? കാരുണ്യത്തിന്റെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ദർജയിലെത്തിയത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ആ റഹ്മത്ത് കൊണ്ട് എല്ലാവരും വിജയിക്കുള്ളൂ. എത്ര വലിയ നിസ്കാരക്കാരനായിട്ടോ, എത്ര വലിയ പണ്ഡിതനായിട്ടോ, എല്ലാതെ ദാനധർമ്മം ചെയ്യുന്ന ആൾ, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്. ഈ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതിലൊക്കെ തന്റെ ഒരു കയ്യൊപ്പ്, തന്റെ ഒരു കൈത്താങ് അതിനുണ്ട്. പക്ഷെ റബ്ബിന്റെ റഹ്മത്ത്, അള്ളാന്റെ കാര്യം ഉണ്ടെങ്കിലേ അവിടെ രക്ഷപ്പെടുള്ളൂ. 500 വർഷക്കാലം അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തൊരു മനുഷ്യന്റെ ചരിത്രം പലർക്കും ഓർമ്മയുണ്ടാകും. ആരാരും എത്തിപ്പെടാത്തൊരു ദ്വീപിൽ അദ്ദേഹം വസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾക്ക് അള്ളാഹ് ഒരുക്കി കൊടുത്തു. ഉമ്മാൻ പഴത്തിന്റെ വലിയൊരു മരം അദ്ദേഹത്തിന് അല്ലാഹു തആലയോട് തയ്യാർ ചെയ്തു കൊടുത്തു. ചരിത്രം വളരെ വിശാലമാണ്. ചുരുക്കി പറയട്ടെ, ആ മനുഷ്യർക്ക് സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹ് കൊടുത്തു. പലർക്കും ലഭിക്കാത്തതായ ഒരു ആയുസ്, 500ഓളം വർഷക്കാലം പടച്ച റബ്ബിനു വേണ്ടി ഇബാദത്തെടുത്ത ആ മനുഷ്യൻ അവിടെ നിന്ന് ജീവിക്കുന്നു. അങ്ങനെ മരണപ്പെട്ട റബ്ബിനടുക്കിലേക്ക് വരുന്നൊരു സന്ദർഭം ആ മനുഷ്യനെ കടന്നു വരുമ്പോ അല്ലാഹ് പറയുന്നു, അവനെ എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നോ.
പറഞ്ഞ് എന്റെ റഹ്മത്തുകൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടന്നോടി. ഈ ഒരു കാര്യം കേൾക്കും അദ്ദേഹം പറയുന്നുണ്ട്, പഠിച്ചോനെ ഈ കഴിഞ്ഞ വർഷക്കാലം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. എന്റെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും നിനക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്തിട്ടില്ല. നീ പൊരുത്തപ്പെടാത്തതൊന്നും നിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറിച്ച് ഓരോ സെക്കൻഡിനും വില കൊടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ചെലവഴിച്ചതാണ്. ഞാൻ ഇബാദത്ത് കഴിച്ചു കൂട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തതായ സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് സ്വർഗം തന്നുകൂടെ അല്ലാഹ്. റബ്ബിനോട് റിക്വസ്റ്റ് ചോദിക്കുമ്പോ അള്ളായിക്കോട്ടെ നമുക്കൊന്ന് നോക്കാന്ന് പറയാണ്. ആ മനുഷ്യനിക്കും നമുക്കൊക്കെ തന്നതായ ഏറ്റവും വലിയ ചെറിയ അനുഗ്രഹം, അള്ള കൊടുത്തതായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ അനുഗ്രഹം, അത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ നിന്ന് ഇടത് കണ്ണിന്റെ കാഴ്ചയെ വിലാസിന്റെ ഒരു ഭാഗത്തും മറുഭാഗത്തതാ ഈ കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ അദ്ദേഹം ചെയ്തെടുത്തതായ സകല ഇബാദത്തുകളും തൂക്കി നോക്കുന്നു. ഏതിനാണ് മുൻതൂക്കം വരുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനാണോ? ഇദ്ദേഹം ചെയ്ത ഇബാദത്തുകൾക്കാണോ? ഇതൊരു ചെറിയ അനുഗ്രഹമല്ലേ? അദ്ദേഹം 500ഓളം വർഷക്കാലം പടച്ചിറപ്പിന് ഇബാദത്ത് ചെയ്തു പോയിട്ടില്ലേ? അപ്പൊ അതായിരിക്കുമല്ലോ കൂടുതൽ തൂങ്ങ എന്ന് അദ്ദേഹം ധരിച്ചു. സുബ്ഹാനല്ലാഹ്. അവിടെ എല്ലാ കാര്യങ്ങളും അട്ടിമറിച്ചു. അല്ലാഹു തആല കൊടുത്തതായ അനുഗ്രഹം, ആ ഇടത് കണ്ണിന്റെ കാഴ്ച എന്നുള്ള ഏറ്റവും നിസാരമായ അനുഗ്രഹം അവിടെ മീസാനിൽ നിന്ന് മുൻതൂക്കമായി നിൽക്കുന്നു, കനം തൂങ്ങുന്നു. നരകാവകാശിയായി റബ്ബിനോട് ധിക്കാരം കാണിച്ചതിൽ നരകാവകാശിയായി തള്ളപ്പെടുമ്പോ പറഞ്ഞപേക്ഷിച്ച് റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടെങ്കിലും സ്വർഗപ്രവേശനം ചോദിക്കുന്ന ഘട്ടം റബ്ബ് താഴെ സ്വർഗം കൊടുക്കുന്ന ചരിത്രം നമ്മോട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റബ്ബിന്റെ കാരുണ്യം അത്രത്തോളം നിരപ്പെട്ടതാ. അതുകൊണ്ടാണ് അല്ലാഹ് എന്നുള്ള ആ ഒരു ഇസ്മ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നല്ല, രണ്ട് റഹ്മത്തിനെ പറയുന്നുണ്ട്. അർ റഹ്മാൻ അർ റഹീം. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന അല്ലാഹ്, ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. ഇങ്ങനെ റഹ്മത്തിനെ 2 തവണ ആവർത്തിച്ച് അല്ലാഹ് എന്നുള്ള പദത്തിന് ശേഷം അള്ള ചേർത്തി പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യത്തിന്റെ പവർ വളരെ കൂടുതലാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളാരും ആശമുറിഞ്ഞു പോകുന്നവരാകരുത്, നിരാശരായി പോകരുത്. അതിനുള്ള ഖുർആനിൽ മറ്റു സൂറത്തുൽ അഹ്സാബ് പറഞ്ഞത് ഓർക്കുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ വല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾ നോക്ക്, അല്ലാഹു തആലയുടെ അടിമകളോട് പറഞ്ഞു കൊടുക്കാൻ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ അടിമകളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ നഫ്സിനെ അതിക്രമിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതും അവർ കാട്ടിപ്പാട്ടിയിട്ടുണ്ട്, പലതും ചെയ്തു പോയിട്ടുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളാരും നിരാശരായി പോകണ്ട. നിങ്ങൾ ചെയ്തു വെച്ച് അള്ള പൊറുത്തരൂലെ എന്ന് ബേജാറായി പോകണ്ട. എത്ര വലിയ തെറ്റ് ചെയ്താലും ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് തരുന്നവനാണ്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ, പറയേണ്ടതുപോലെ പറഞ്ഞാൽ അള്ള മാപ്പ് തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പലർക്കും മാപ്പ് കൊടുത്തതായ സംഭവം നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ പാപമുക്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ നാമൊക്കെ തയ്യാറായിരിക്കണം. റമദാനിനെ വരവേറ്റുകൊണ്ട് റമദാനിൽ കണ്ടു തരുന്നതായ നിഅമത്തുകൾ അല്ലാഹു തആല ഒരു നിസ്കാരത്തിനിക്ക് അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ അതിനൊക്കെ അള്ള കണക്കാക്കുന്ന ഒരു ഫദ്ലുണ്ടല്ലോ, ഒരു സവാബുണ്ടല്ലോ. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇബാദത്തുകളൊക്കെ വ്യാപൃതനാകണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആരും മറന്നുപോകാൻ പാടില്ല.
شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي أنزل فيه القرآن ഖുർആൻ ഇറങ്ങിയ മാസം. ഖുർആൻ മാത്രമല്ല കേട്ടോ, വേറെ എത്ര കിതാബുകളുണ്ട്? തൗറാത്ത് ഇഞ്ചീല് സബൂർ പിന്നെ ഖുർആൻ മാഷാ അല്ലാഹ്. എന്താണ് പേര്? ഐമൻ. അല്ലാഹു തആല ആ പേര് പോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല ഫഹ്മ് കൊടുക്കട്ടെ. വേണ്ട തോന്നണം ആർക്കും ഒരു ആമീനൊരു സാറില്ല. വേണ്ടേ ഒരു ആമീൻ പറയും. അപ്പോ ആ റമളാൻ വരുമ്പോ നല്ലതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. റബ്ബ് തആല നമുക്ക് മുന്നിലും ഓരോന്ന് കാണിച്ചു തരിക. ഈ ഖുർആനും അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ റമളാനിൽ ഇറക്കപ്പെട്ടത് അതിനൊക്കെ അത്രത്തോളം പവിത്രതയുണ്ട്. പഴയ കാലത്തുള്ള നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള അന്ന് ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് അല്ലാഹു തആല ഒരുപാട് ആയുസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ആയുസ് കണക്ക് അവരൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ ഉമ്മത്തീങ്ങളായി നമുക്ക് എന്നാണല്ലോ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. അതിനപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്ത് കടന്നു വരുന്നൊക്കെ വല്ലാത്ത ലാഭ. അങ്ങനെ നമ്മുടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഇത്ര കാലം ജീവിച്ച് അവിടെ അടുത്തേക്ക് ഇബാദത്തുകൾ കൊണ്ട് എത്താൻ കഴിയില്ലല്ലോ എന്ന് പരാതി സഹാബികൾ റസൂലാണ് പറഞ്ഞപ്പോ അവിടുന്ന് കിട്ടിയതാണ് ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളെക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരൊറ്റ രാവ്. ആ രാവ് നമ്മളെല്ലാവരും ഹയാത്താക്കി ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കും. അവസാന 10കളിലെ ഒറ്റ രാവുകളെ ആ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികളും അതുപോലെ തന്നെ ഇൽമിന്റെ മജ്‌ലിസുകളും ആത്മീയ മജ്‌ലിസുകളും സദസ്സുകളൊക്കെ നിറഞ്ഞു കവിയുകയാണ് മുഅ്മിനീങ്ങളെ കൊണ്ട്. എന്തിനു വേണ്ടി? ആ ഒരു രാവിലെ ഭാഗമാക്കായിട്ട് എനിക്കും ഒരുപാട് ഉയർച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ റമദാനിനെ ബഹുമാനിക്കേണ്ടത് നമ്മളിങ്ങനെ വെറുതെ നടന്നാ പോരാ. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ പോരാ. അതിനോടുകൂടെ നമ്മുടെ ജീവൻ ഭംഗിയാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു വീടുണ്ടാക്കുമ്പോ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ അത് തേച്ച് മിനുക്കി വൃത്തിയാക്കി ജസ്റ്റ് വൈറ്റ് അടിച്ചാൽ അത് ക്ലോസ് ആയി. പിന്നെയും പൊട്ടിയിട്ട് വൈറ്റ് അടിക്കുന്നതിനാ അതിന്റെ ചുരുക്കം കൂട്ടാൻ വേണ്ടി, മറ്റുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ അതിന്റെ ഭംഗി മോഡിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടി എന്നതുപോലെ നമ്മുടെ ജീവിതം ഒന്നും കൂടി ഭംഗിപ്പെടുത്താൻ, മെച്ചപ്പെടുത്താൻ സാധാരണ 10 സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതൊരു 100 ആക്കുക. ഖുർആൻ 2 പേജ് ഓതാറുണ്ട്, അതൊരു ജുസ് ആക്കുക. ഇങ്ങനെ തുടങ്ങി നിസ്കാരങ്ങൾ സുന്നത്തുകളും മറ്റുള്ള ഔറാദുകളും ഒക്കെ അധികരിപ്പിച്ച് വിശുദ്ധമായ റമദാനിനെ സന്തോഷിപ്പിക്കുന്നവനാരുണ്ടോ അത്തരക്കാർക്ക് വല്ലാത്ത വിജയമുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിശഹരി റമദാൻ. അല്ലാഹു തആല റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ റമദാനിനെ ബഹുമാനിക്കുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ആദരവായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. സ്വലാത്ത് പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ പിറകെ പലരും 3 സ്വലാത്ത് ചൊല്ലും, അത് റാഹത്താണ്. അതിന് പുറമെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായൊരു സ്വലാത്തിന്റെ എണ്ണം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അവിടെയാണ് വിജയം. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടെ സ്വലാത്ത് ചൊല്ലി വിജയിച്ച ആളുകളുടെ ജീവിത ചരിത്രം വളരെ വിശാലമാണ്. സ്വലാത്ത് കൊണ്ട് പലതും നേടിയെടുത്ത വലിയ വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തതായ ആലിമീങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ സ്വലാത്തിലൂടെ നേടിയെടുത്ത ചരിത്രങ്ങൾ വളരെ വിശാലമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധമായ റമദാൻ ശരീഫിലും മുത്തായ തങ്ങളുടെ ശഫാഅത്ത് നേടിയെടുക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെടുക്കേണ്ടതുണ്ട്. ആ തങ്ങളുടെ മനസ്സിൽ നമുക്കൊരിടം നേടിയെടുത്താൽ നാളെ നമുക്ക് ശഫാഅത്ത് ലഭിക്കാനുള്ളത് ആ നേതാവിൽ നിന്നാണ്. ആരാരും നമ്മെ കൈയൊഴിയുന്ന ഘട്ടം എല്ലാ പ്രവാചകന്മാരിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ എല്ലാവരും അവരുടെ വ്യസനങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ പറഞ്ഞ് കൈയൊഴിയുന്നു. അവസാനം ചെന്നെത്തുന്നത് ലോകത്തിന്റെ നേതാവ്
حبيبنا رسول الله الشفاعة هب لنا في القيامة مشفقا واهلنا إرضاء سيدي خير النبي سيدي خير النبي صل الصلاة على النبي والسلام على ആ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളിൽ ആ ശഫാഅത്ത് ലഭിക്കണോ? വേണ്ടേ? എന്നാൽ ആ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അന ബരീഉൻ മിമ്മൻ ഖസ്മുഹു ശഹ്റു റമളാൻ. റമളാനിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ അതിനെ നെവർ മൈൻഡ് ആക്കി ഇതുവരെ നമ്മുടെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നോ, ഏതെല്ലാം വേണ്ടാത്ത വൃത്തികൾ നമ്മുടെ ജീവിതവുമായി കൂടിക്കലർന്നിരുന്നോ, അതും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആ റമളാനിലും അതുപോലെ തന്നെ തുടർന്നു പോയാൽ ആ റമളാൻ കൊണ്ട് ഞാൻ ശഫാഅത്ത് ഒഴിവാക്കിയവരുടെ കൂട്ടത്തിൽ അവർ വിട്ടുപോകും. അത്തരക്കാർക്ക് എന്റെ ശഫാഅത്ത് ഒഴിവാണ്, അവർക്ക് എന്റെ ശഫാഅത്ത് കിട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റമളാനിനെ ആചരിക്കണം എന്ന് പ്രത്യേകം പറയാനുണ്ട്. സന്തോഷത്തോടെ അതിനെ വരവേൽക്കുന്നത് പോലെ യാത്രയാക്കുമ്പോഴും ആ സന്തോഷം നമുക്ക് നിലനിൽക്കണം. അതാ പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ. എന്താ ഈമാൻ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. നല്ല റാഹത്തുള്ള ശരീരമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, തൊയ്യിബായിരിക്കണം, നല്ല സജ്ജമായിട്ട് മനസ്സ് ക്ലിയർ ആക്കിയിട്ട് ശരീരം നന്നാക്കിയിട്ട് ഖൽബും എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച് ആത്മീയമായിട്ട് വലിയ ഉന്നതിയിലേക്ക് നിൽക്കുന്ന രൂപത്തിൽ ആ റമദാനിനെ വരവേൽക്കണം. അവിടെയാണ് ഈമാൻ വിജയിക്കുക. വെറുപ്പിടാൻ പാടില്ല. എപ്പോഴാണ് കഴിഞ്ഞു കിട്ടാ? റമദാന് പറഞ്ഞിട്ടുള്ളൂ, റമദാന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴാണ് ഇത് 30 ദിവസം കഴിയണ്ടേ, 30 ദിവസം പട്ടിണി എടുക്കണ്ടേ. പട്ടിണി പറയില്ല, എത്ര പ്രോസസിംഗ് ആണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു റമദാനിലൂടെ ഉണ്ടായിത്തീരുന്നത്. ഇപ്പോഴത്തെ ഗവേഷകരൊക്കെ കണ്ടെത്തി വരികയാണ്, റമദാനിലൂടെ നമ്മുടെ ശരീരത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുടെ ശരീരത്തിൽ ഒരുപാട് പ്രോസസിംഗ് നടക്കുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്നുണ്ട്. പകല് മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ആ ഒരു അത്താഴ സമയത്ത് സുന്നത്തായ ഭക്ഷണം കഴിച്ച്, അതുപോലെ തന്നെ അസ്തമാന സമയത്ത് അവിടെ നോമ്പ് തുറക്കുന്ന ആ ഒരു രീതിയിലൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകഘടകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തുകൊണ്ട് അള്ളാഹു തആല ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ശരീരത്തിൽ നമ്മുടെ ഭാവിക്കൊക്കെ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി വരുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ നേരത്തെ നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഉദ്ബോധിപ്പിച്ചതാണ്. അതുകൊണ്ട് റമദാന് കടന്നു വരുമ്പോ എപ്പോഴാതൊന്ന് തീർന്നു കിട്ടുക എന്നാരും മനസ്സുകൊണ്ട് പോലും വിചാരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നോമ്പ് നോറ്റ് കുറച്ച് കഴിയുമ്പോ വല്ലാത്ത അടങ്ങേറ് തോന്നും, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോ കുടുങ്ങല്ലോ, ഇപ്പൊ തോന്നുന്നു തീർന്നു കിട്ടോ, ഇന്നത്തെ പകല് കുറച്ച് അധികരിച്ചു പോയി. അങ്ങനെയുണ്ട്. വലാ മുസ്തഖീലിന്റെ അയ്യാമി. ചില ദിവസം മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതലുണ്ടാകും, പകല് ചിലപ്പോ കൂടുതലായി തോന്നും. ചില സമയങ്ങൾ മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ പകല് കൂടും, രാത്രി കുറയും, ചിലപ്പോ രാത്രി കൂടും, പകല് കുറയും. അങ്ങനൊക്കെ ഇങ്ങനെ സൂര്യന്റെ ഊർജ്ജനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മാറുക. എപ്പോഴാണ് തീരുക? പകല് കൂടുതലാണ്, ചൂട് കൂടുതലാണ്. ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് പ്രത്യേകം അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ വരിക. പുറത്ത് തേപ്പിന്റെ പണിയെടുക്കുന്ന പെയിന്റ് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. നിങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനത്തിന്, നോമ്പുകാരനായി ചെയ്യുന്ന പ്രവർത്തനത്തിന്, അത് ഏത് കാര്യം ഏത് പ്രവർത്തനമായിക്കോട്ടെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളുടെ അധ്വാനം വെറുതെയാകൂല. അല്ലാഹു തആല അതിന് കൊടുക്കുന്ന പകല് വല്ലാതെ കൂടുതലാണ്. കുടുംബത്തിന് അധ്വാനിക്കുക എന്നുള്ളത് വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. അത് നോമ്പുകാരനായിരിക്കെ അവൻ ജോലിയിലേർപ്പെടുന്നു. ആ നോമ്പിന്റെ പ്രയാസം വകവെക്കാതെ, അതിന്റെ ബുദ്ധിമുട്ട് പോലും ഒരു ഗൗരവം കൊണ്ടുവരാതെ, അതിനോട് ആദര സൂചകം പുലർത്തിയിട്ട്, റമദാനിൽ അതിന്റെ പവിത്രത വെച്ച് പുലർത്തിയിട്ട് ജോലി പൂർത്തിയാക്കുന്നവൻ ആരുണ്ടോ
അത്തരക്കാർക്ക് അള്ള വല്ലാത്ത പവർ കൊടുക്കുന്നുണ്ട്, വല്ലാത്ത ഫദ്ല് കൊടുക്കുന്നുണ്ട്. ജോലി ചെയ്യുമ്പോഴൊന്നും മനസ്സുകൊണ്ട് പോലും ഒരിക്കലും അതിനോട് വെറുപ്പ് തോന്നാൻ പാടില്ല. വിശുദ്ധമായ റമദാനിന്റെ പകല് ഭക്ഷണം കഴിക്കൂലല്ല വിശ്വാസികളെ. അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തല്ലായ പാവപ്പെട്ടവരുണ്ടാകാം, ഇതര മതസ്ഥരുണ്ടായേക്കാം. റമദാനിന്റെ പകലിൽ പാവങ്ങളല്ലേ, മറ്റുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറ്റുള്ള സമയത്ത് കൊടുക്കാം. റമദാനിന്റെ പകലിൽ നമ്മൾ കഴിക്കുന്നതും തെറ്റാണ്, മറ്റുള്ളവരെ കഴിപ്പിക്കുന്നതും തെറ്റാണ്. ചില ആളുകൾ ഹോട്ടൽ നടത്തും, ചായപ്പീടി നടത്തും. ഇപ്പൊ ഈവനിങ് കഫേ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ റോഡിലൂടെ ഒക്കെ വല്ലാതെ സുലഭമാണ് ഈവനിങ് കഫേ. റമദാനായി നിർത്തി പോകുന്ന ആളുകളുണ്ട്. പല ഹോട്ടലുകളും അടക്കും റമദാനാകുമ്പോ, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾ ഈ ഒരു കഫയുടെ പേരിൽ വൈകുന്നേരങ്ങളിൽ ഉച്ച കഴിഞ്ഞാൽ ചായ, അതുപോലെ മറ്റു എണ്ണക്കടികൾ തുടങ്ങി പല വിഭവങ്ങൾ നിരത്തി കച്ചവടം നടത്തുന്നുണ്ട്. നമ്മുടെ ആളുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർ വല്ലാത്തൊരു തെറ്റ് തന്നെയാണ്, ഗൗരവമേറിയ തെറ്റാണത്. റമദാനിന്റെ പകലിൽ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ഭക്ഷണം മാറ്റിവെക്കേണ്ടവരാണ്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, അപ്പൊ നോമ്പാവില്ലല്ലോ. ഇതിന് വ്യക്തമായൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മജൂസിയായ മനുഷ്യൻ, മജൂസി എന്ന് പറഞ്ഞാൽ ജൂതനായ ഇസ്ലാമിൽപ്പെടാത്ത ഒരു മനുഷ്യൻ, അമുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ മകനോട് അദ്ദേഹത്തിൽ നിന്നൊരു വേണ്ടാത്ത പ്രവർത്തനം കണ്ടപ്പോ അദ്ദേഹം മടിച്ചു. എന്റെ പ്രവർത്തനം മുസ്ലിങ്ങൾക്കിടയിൽ തന്റെ മകൻ ഭക്ഷണം കഴിച്ചു. ആരാ കഴിക്കുന്നത്? ഒരച്ഛൻ തന്റെ മകൻ അടിക്കുന്നത് പ്രശ്നമുണ്ടോ? ഓൾക്ക് നോമ്പില്ലല്ലോ, റമദാനിൽ നോമ്പ് ഒഴിക്കില്ലല്ലോ. ആ അച്ഛൻ നമ്മുടെ ഭാഷയില് പറയട്ടെ, മുസ്ലിം അല്ല എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഭാഷയില് പറയാം. അദ്ദേഹം തന്റെ മകനെ അടിക്കുന്നു. മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ അത് ചോദിക്കുന്നുണ്ട്, റമദാനിൽ മുഅ്മിനീങ്ങള് ആ മാസത്തോട് പുലർത്തുന്നതായ ആ ഒരു റെസ്പെക്ട്, ആ ഒരു ഹുർമത്ത്, പവിത്രത എനിക്കറിയില്ലേ എന്ന് അടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ മകനെ അടിച്ചു. ആ ആഴ്ച തന്നെ ആ മജൂസിയായ മനുഷ്യൻ മരണപ്പെടുകയാ. ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് യാത്രയായി. ആ മജൂസിയായ മനുഷ്യൻ ആ ആഴ്ചയിൽ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ആ നാട്ടിലെ വലിയ പണ്ഡിതനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ആലിമായ മനുഷ്യൻ. ഈ മരിച്ച വ്യക്തിയെ സ്വപ്നത്തിൽ കാണുന്ന രംഗം അദ്ദേഹം സ്വർഗലോകത്താ, അദ്ദേഹം സ്വർഗം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ആരാണ് മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ കടന്നിരിക്കുന്നത്? ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ജീവിതകാലം മുഴുവൻ, ഇഷ്ടകാലം മുഴുവൻ അമുസ്ലിമായി ജീവിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ അവിടുന്ന് സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന രംഗം ഈ മുഅ്മിനായ ആലിമായ മനുഷ്യന്റെ സ്വപ്നത്തിലൂടെ കാണുന്നു. ചോദിക്കുന്നു, നിങ്ങൾ ഇന്ന് വരെ ഒരു മജൂസി ഇല്ലായിരുന്നോ? എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ولكن لما حضرت وفاتي أدركني الله بالإسلام باحترام شهر رمضان. ഇവിടെയാണ് നമ്മളെ പോയിന്റ്. ശ്രദ്ധിക്കണം. എങ്ങനെ സ്വർഗത്തേക്ക് എങ്ങനെ വിശുദ്ധമായ റമദാനിനെ ബഹുമാനിച്ച് ആദരിച്ച് അതിനോട് ബഹുമാനം പുലർത്തിയ കാരണം കൊണ്ടാണ് എനിക്ക് അവസാന സമയത്ത് പടച്ചറബ് ഹിദായത്ത് തന്നത്. എന്നെ സന്മാർഗത്തിലേക്ക് അള്ള വഴിച്ചു തിരിച്ചു വിട്ടിയപ്പോ എന്റെ സക്കറാത്തിന്റെ നേരത്ത് എന്താ കാരണം? വിശുദ്ധമായ റമദാന് ശരീഫിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് അള്ളാഹു തആല വഫാത്തെടുത്ത സമയത്ത് എന്നെ എത്തിച്ചു. ഇസ്ലാമിന്റെ ഒരു അംഗമായി എന്നെ മാറ്റിയെടുത്തു. അതുകൊണ്ട് സ്വർഗം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളിലും വലിയ ബഹുമാനത്തോടെ നമ്മൾ സമീപിക്കണം. അതുപോലെ തന്നെ റമദാനിന്റെ രാപ്പകലുകളെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. ഇഷ്ടപ്പെടാത്ത റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുകൂടാ. ആ റമദാന് വരുമ്പോ നമ്മൾ ഏത് രൂപത്തിലെല്ലാം സ്വീകരിച്ചോ, യാത്രയാകുമ്പോഴും പൂർണ്ണ സന്തോഷത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ആ റമദാനിന് യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അവിടെ റമദാന് കൊണ്ട് നമ്മൾ വിജയിച്ചവരായി തീരുക. റമദാനിൽ ഒരുപാട് തൗഫീഖ് അല്ലാഹ് തന്നിട്ടും ആരോഗ്യം തന്നിട്ടും ഇബാദത്തുകളൊന്നും ചെയ്യാതെ അതിനോട് അനാദരവ് പുലർത്തിക്കൊണ്ട് ആ മാസത്തെ അവഗണിച്ചു കളഞ്ഞാൽ പ്രതീക്ഷയെ വന്നിരുന്നതായ റമദാൻ, മുസ്ലിങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷ വന്നൊരു പ്രതീക്ഷ ചെയ്തിരുന്ന റമദാൻ അവിടെ നമുക്ക് അനുകൂലമാകൂല കേട്ടോ. ആ പ്രതീക്ഷയെല്ലാം അങ്ങ് അസ്തമിച്ചു പോകുന്നു. അള്ളാന്റെ കാര്യം നഷ്ടപ്പെടും, മഗ്ഫിറത്ത് നഷ്ടപ്പെടും, ഇതുക്കും മിനന്നാർ നഷ്ടപ്പെടും. എല്ലാം നഷ്ടപ്പെട്ട് അവസാനം നരകത്തിന്റെ വിറകായി മാറേണ്ട ഒരു ഘട്ടം വരുമ്പോ എല്ലാ തൗബയുടെ വാവുകളും അടക്കപ്പെടുന്ന ഘട്ടത്തിൽ റബ്ബിനോട് കരഞ്ഞു തേടിയിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ് പോലും പടച്ചോനെ ഇന്നൊന്ന് പിന്തിച്ചു തരോ, വിനാവിലേക്ക് തന്നെ മടക്കി തരോ. സമയം പാഴാക്കാതെ നിസ്കരിക്കോളാ, സ്വലാത്ത് ചൊല്ലിക്കോളാ, ദിക്ർ ചൊല്ലിക്കോളാ, പള്ളിയിൽ നിന്ന് വന്ന് എഴുന്നേക്കാതിരുന്നോളാ, പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഒരു സെക്കൻഡ് പോലും പിന്തിച്ചു തരൂല. ഖുർആൻ വളരെ വ്യക്തമാക്കിയതാണ്. അജരങ്ങെത്തിയാൽ അവിടെ എത്തിയാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കാതെ മനസ്സിൽ മൗത്ത് അലൈഹിസ്സലാമെന്ന് നമ്മുടെ റൂഹ് കവരുന്നൊരു ഘട്ടം മറന്നിടേണ്ട, മതിച്ചിടേണ്ട. മരണം മുന്നേ തേടി വരും, മറന്നിടേണ്ട, മരിച്ചിടേണ്ട. മരണം തേടി വരും. മലക്കുൽ മൗത്ത് അസ്റാഈൽ മനുഷ്യ നിന്നെ തേടിയെത്തും, മനുഷ്യ നിന്നെ തേടിയെത്തും. മലക്കുൽ മൗത്ത് അസ്റാഈൽ കടന്നു വരുന്ന ഘട്ടം, സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭങ്ങളൊക്കെ വിശദീകരിക്കുമ്പോ വല്ലാത്ത പേടി തോന്നും. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ആ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന നേരത്തുണ്ടോ എന്ന് പോലും വിചാരിച്ചു പോകും. അള്ളാഹു നമ്മളൊക്കെ അന്തം നന്നാക്കി തരട്ടെ, നമ്മളൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. മഹാന്മാർ പാടിയതുപോലെ طلاقت مواهبي جعلت الرجاء مني بعفوك سلما. എന്റെ ഹൃദയം വളരെ മോശമായി പോയി, വല്ലാതെ തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ മനസ്സായി പോയി, കൽവായി പോയി, എല്ലാം വഴികളും നടന്നിരിക്കുന്നു. എന്റെ എല്ലാ പ്രതീക്ഷകളും മടങ്ങിപ്പോയി. പടച്ചറബേ, ഇനിയുള്ള എല്ലാ പ്രതീക്ഷകളും എന്നിലുള്ളതായ ആ ഒരു അസുഖ മാത്രമാണ് റബ്ബേ. എന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുക എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. എന്റെ തെറ്റുകൾ ചെറുതല്ല, ചെറിയ നിസാരമായ തെറ്റുകളല്ല എന്നിൽ നിന്ന് വന്നുപോയിട്ടുള്ളത്. വല്ലാത്ത ഗൗരവമേറിയ പാപങ്ങളാണ് ഞാൻ ചെയ്തു നോക്കിയത്.
കേട്ടാൽ പറഞ്ഞാൽ ആരും ലജ്ജിച്ചു പോകുന്ന മടിച്ചു പോകുന്ന അത്തരം ദുഃഖകരമായ പ്രവർത്തനങ്ങളാണ് എന്നിൽ നിന്ന് വന്നുപോയത്. എന്ന വ്യക്തികളെല്ലാം വളരെ വലുതാണ്. പക്ഷേ ആ പാപങ്ങളെല്ലാം നിന്റെ ഔദാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോ, അതിനോട് മുട്ടിച്ചേർക്കുമ്പോ അവിടെ വലുതായി നിൽക്കും നിന്റെ അഹൂ തന്നെയാണ്. അതിനോളം നിന്റെ തെറ്റ് വലുതായിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും യജമാനായ റബ്ബ് തആല മാപ്പ് തരും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു തആല ഗഫൂറാണ്, ഗഫാറാണ്. പറയേണ്ടതുപോലെ ചെയ്തു തെറ്റുകൾ കരഞ്ഞു കണ്ണു നിറഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, ഇത്രകാലം എനിക്ക് ആയുസ് തന്നുപോയി, എനിക്ക് ഞാൻ ഇബാദത്തുകൾ പലതും ചെയ്തിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ നിറഞ്ഞ ജീവിതം നിന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതം പല സാഹചര്യങ്ങളും എന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് മാത്രമാണ് റബ്ബേ എനിക്ക് പ്രതീക്ഷ, നിന്റെ അഫു മാത്രമാണ് എന്നിലുള്ള റജാ. അത് മുറിയാതെ നിന്റെ അഫു എന്നിൽ തരണേ അല്ലാഹ്. ഉമ്മമാരെ, പ്രിയപ്പെട്ടവരെ, മനസ്സ് നിറഞ്ഞ് റബ്ബിനോട് ചോദിച്ചോ. കണ്ണുനേറി രാവുകൾ കടന്നു വരുമ്പോ പവിത്രത മനസ്സിലാക്കാതെ സീരിയല് കണ്ട് പകല് വെളിച്ചമെത്തിക്കണ്ട. കിടന്നുറങ്ങുമ്പോ സിനിമ കണ്ടുകൊണ്ട് എത്ര ആളുകൾ കിടപ്പറയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഉറക്കം വരുന്നത് ആ ഒരു കാഴ്ചയിലൂടെയാണ്. അന്ന് മരണപ്പെട്ടു പോയാ എന്തിനാ കണ്ണു വെച്ചും ആ കാതെന്തിനു വെച്ചും ആ കൽവെന്തിനു വെച്ചും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലവരുടെ മുന്നിൽ വെച്ച്, നല്ല മജ്‌ലിസിൽ വെച്ച് ഏറ്റവും നല്ല സമയം ഖൈറായ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി അല്ലാഹ് മരിക്കുന്നൊരു രംഗമുണ്ട്. ആ തൗഹീദ് ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാഹ്. വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും സുഹൃത്തങ്ങൾ ചെയ്തെടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പുണ്യമായ മാസത്തിൽ ചാരിത്യ പ്രവർത്തനങ്ങൾക്കുമല്ലാത്ത ഫളീലത്തുണ്ട്. പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടി ഒത്താശ കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. നോമ്പ് തുറക്കാൻ സാധിക്കാത്ത ആളുകളെ നോമ്പ് തുറപ്പിക്കുക. പാവപ്പെട്ട മുത്തഅല്ലിം നിങ്ങൾക്ക് ഭക്ഷണം നടക്കുക, അവരെ നോമ്പ് തുറപ്പിക്കുക. ഒരുപാട് അല്ലാഹുവേ, നോമ്പ് തുറപ്പിക്കുന്നവർക്ക് നീ വല്ലാതെ പുണ്യം കൊടുക്കുന്നുണ്ട്. വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുന്നിൽ എല്ലാ അവസരങ്ങളും തുറന്ന് കാണിച്ചു തരുമ്പോ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നവരാക്കല്ല റബ്ബേ. ഞങ്ങളുടെ നാട്ടിലുള്ള ദീനീ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ പള്ളി ദർസുകൾ, ഈ നാട്ടിലെ സുന്ദരമായി പള്ളി ദർസ് ഇതിനുവേണ്ടി സഹായിച്ച ഇന്നോളം സഹകരിച്ചു കൊണ്ടിരിക്കുന്നവർ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ ദർസുമായി സഹകരിച്ച് ഇതിന്റെ എല്ലാ തെറ്റാഫലും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നവർ റബ്ബാകുന്ന ഒരാളെയും കൈവടിയല്ല അല്ലാഹ്. ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് അവർക്കൊക്കെയുള്ള പ്രാർത്ഥനയുടെ മജ്‌ലിസാണ്. നേതൃത്വത്തിലുള്ള മജ്‌ലിസ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിനുവേണ്ടി ഇതിന്റെ എല്ലാ മേൽനോട്ടങ്ങളും വഹിച്ചുകൊണ്ട് ഇത് ഭംഗിയായി നിലനിർത്തി പോകുന്ന പ്രിയപ്പെട്ട ഉസ്താദ് ഹാരിസ് ഉസ്താദ്, അല്ലാഹുവേ, ആഫിയത്തുള്ളവർക്ക് ആയുസ്സ് നൽകണേ അല്ലാഹ്, സുഹൃത്ത് കൊടുക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ, ദീനിന്റെ കേന്ദ്രങ്ങൾ പടുത്തുയർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
പ്രിയമുള്ളവരെ അൽഹംദുലില്ലാഹ് ഇല്യാസ് ഹസൻ ഉസ്താദ് നമുക്ക് നല്ല വഅദ് പറഞ്ഞു തന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ്. വേണ്ടതുപോലെ ആ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം റമദാൻ 16-നാണ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷം ഓരോ ദിവസവും നമ്മുടെ പള്ളിയിൽ ചെറിയ രൂപത്തിൽ നോമ്പ് തുറയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നോമ്പ് തുറയൊക്കെ ഉണ്ടാവും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തറാവീഹ് നിസ്കാരം ഉണ്ടാവും റമദാൻ മാസമാകുമ്പോ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തു. പള്ളിയിൽ സജീവമായി നമ്മൾ നിസ്കാരങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുത്തവരാണ്. കുറഞ്ഞ ദിവസം മാത്രമാണ് നമുക്ക് റമദാനിൽ കിട്ടിയത്. അത് നമ്മൾ മുതലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷം അതിനേക്കാൾ ഉഷാറായ രൂപത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം റമദാൻ നമുക്ക് അറിവുകളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട്, തഖ്വ കൊണ്ട്, ഇൽമിന്റെ മജ്ലിസുകളെ കൊണ്ട് നമുക്ക് നിറക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള ഓരോ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പല ഉസ്താദുമാരും നമുക്ക് മുമ്പിൽ വഅദ് പറഞ്ഞു തരും. എല്ലാവരും പങ്കെടുക്കണം. അതിൽ നിന്നൊക്കെ ഇൽമുകൾ, അറിവുകൾ കരസ്ഥമാക്കണം. ഈ വർഷം റമദാനിന് എല്ലാ ദിവസവും തറാവീഹിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് ചെറിയ രൂപത്തിൽ സമയമൊന്നും നീളാതെ ഒരു 10-15 മിനിറ്റ് വരുന്ന ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടാകും. നല്ല അറിവുകൾ കരസ്ഥമാക്കുക. ഇൻഷാ അല്ലാഹ് നല്ല ക്വിസ് നടത്തിയിട്ട് ആ ക്ലാസുകളിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വിജയം കൈവരിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെ പരീക്ഷ നടത്തണം, ഓരോ ദിവസവും പരീക്ഷ നടത്തണോ എന്ന ഏത് രൂപത്തിലാണ് എന്നതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ വിജയിക്കുന്ന ആളുകൾക്ക് നല്ല സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ആർക്കാ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കൊടുക്കണം. അപ്പോ ആ ഇൽമിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് തറാവീഹിന്റെ ശേഷമാണ് സൗകര്യം കിട്ടുക. സ്ത്രീകൾക്കും അപ്പോൾ സൗകര്യം ഉണ്ടാക്കുക. സ്ത്രീകളും ആ സമയത്ത് വന്നോട്ടെ. അവർക്ക് നമുക്ക് മദ്രസയിലും ആണെങ്കിൽ തറാവീഹ് നിസ്കരിക്കാനും സൗകര്യം ഉണ്ടാക്കുക. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഇൽമിന്റെ മജ്ലിസും നടത്താം. അപ്പോ അതിൽ പങ്കെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതായത് ശ്രദ്ധിക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വേണ്ടതുപോലെ റമദാൻ ധന്യമാക്കാൻ നമ്മളൊക്കെ ഉത്സാഹിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഉസ്താദ് ജരീമ ഹസൻ കരുളായി അവരുകളെ ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെയും ഒരുപാട് ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. അസീസ് ലത്തീഫ് അടക്കാക്കുണ്ട് ഉസ്താദ് അവരുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഷഫീഖ് ഫാദിൽ ഉസ്താദ് ഉണ്ട്. നമ്മുടെ സദർ ഉസ്താദ് മുഹമ്മദ് സഖാഫി ഉസ്താദ് അവരുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളൊക്കെ നമ്മുടെ മജ്ലിസിലുണ്ട്. ഇപ്പോ പ്രധാനമായി ബഹുമാനപ്പെട്ട ബുറാഖ് ഹാജി നമ്മുടെ ചെയർമാൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വിശുദ്ധ റമദാൻ വരുമ്പോ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ
വിവിധ മഹല്ലത്തുകളിൽ വിവിധ മദ്രസകളിൽ ഉസ്താദുമാർക്കൊക്കെ അദ്ദേഹത്തിന്റെ വക നല്ല റമദാനിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഈ അരിപ്പൊടി അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ ഈ ഹദിയ ചെയ്യാറുണ്ട്. ഇപ്പോ ഈ വർഷവും വണ്ടൂര് പിന്നെ ഉസ്താദുമാരുടെ റേഞ്ചുകളിൽ ഉസ്താദുമാർക്ക് പിന്നെ നൂറുകണക്കിന് ഉസ്താദുമാർക്ക് അദ്ദേഹത്തിന്റെ ഹദിയ നൽകി കഴിഞ്ഞു. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം ഹദിയ നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ വെച്ച് ഒരാൾക്ക് ആ ഹദിയ നൽകി അതിന്റെ ഉദ്ഘാടനം കഴിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകൾക്ക് പിന്നെ ആ രക്ഷിതാക്കളുടെ പേര് വായിച്ച് ആ ഹദിയ നൽകും. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ അത് വാങ്ങിയിട്ട് പോകാവൂ എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഒരാൾക്ക് ഹദിയിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങള് ഒരു താങ്കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ലാലം വിളിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസിൽ ആ താങ് സംഭാവനയായി ലാലം വിളിക്കും. അത് വിളിച്ച് ഏറ്റെടുക്കുക. അല്ലാഹു തആല അതും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അതൊക്കെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായ കിറ്റ് നൽകുന്നതിന് വേണ്ടി ഒരാൾക്ക് ഹാജി അവരുടെ ക്ഷണിക്കുകയാണ്. ഏറ്റ് വാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അവരുടെയും ക്ഷണിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഞാൻ